സജു ചാമക്കാലിൽ ചേരുന്നു. സജു, നമ്മൾ നേരത്തെ യു പിയിൽ ഇതുപോലെ സിലിണ്ടർ മോഷണം പോയ വാർത്ത മിനിഞ്ഞാന്ന് പറഞ്ഞു. യു പിയിൽ തന്നെ ഇന്നിപ്പോൾ പൂഴ്ത്തിവെച്ച വാർത്ത പിടികൂടുന്നുണ്ട്. അത് സമാജ്വാദി പാർട്ടിക്കാരനാണ് അതൊരാൾ. അപ്പോൾ അതിന് ഓഫ് കോഴ്സ് ഒരു രാഷ്ട്രീയ നിറം വരുന്നുണ്ട്. ബംഗളൂരുവിൽ വളരെ എവിഡൻ്റായി CCTV-യിൽ ഒരു ബൈക്കുമായിട്ട് ഒരുത്തൻ ഇറങ്ങി അടിച്ചുകൊണ്ട് പോകുന്ന വിഷയമൊക്കെ നമ്മൾ കണ്ട ദിവസമാണ് സജു. തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ അത്തരം വലിയൊരു ഭയാനകമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്കറിയാം, രാജ്യത്ത് ആദ്യമായിട്ട് ഇന്ധനക്ഷാമം നേരിട്ടത്, പ്രത്യേകിച്ച് LPG സിലിണ്ടറുടെ ക്ഷാമം നേരിട്ട ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ബംഗളൂരു. ബംഗളൂരിലെ സ്ഥിതി വലിയ രീതിയിൽ മോശമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 30% ഹോട്ടലുകൾ അടച്ചതെങ്കിൽ ഇന്നിപ്പോൾ 70% ഹോട്ടലുകളും അടച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഹോട്ടലുകൾ തുറക്കണമെങ്കിൽ അവിടെ ഗ്യാസ് ഇല്ലാതെ പറ്റില്ല എന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക്, അതായത് ഈ പൂഴ്ത്തിവെപ്പ് വലിയ രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സിലിണ്ടറിന് ഇന്നലെ 5000 രൂപയാണെങ്കിൽ ഇന്നിപ്പോൾ 2000 രൂപ കൊണ്ട് കൂടി 7000 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഗാർഹിക സിലിണ്ടറുകളുടെ വില 4000-ലേക്ക് കടന്നിരിക്കുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെ വില 7000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 7000 കൊടുത്തിട്ട് പോലും സിലിണ്ടർ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. വലിയ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ബാംഗ്ലൂർ നഗരം മാറിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയ തോതിൽ തന്നെ മാർക്കറ്റിനെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇത് വലിയ പ്രശ്നമില്ല, അതായത് ഇന്ത്യയിൽ ആവശ്യത്തിനുള്ള പാചകവാതകങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും അത് എല്ലാ നഗരങ്ങളിലും ലഭ്യമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വലിയ ബുദ്ധിമുട്ടുകൾ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു. പാചകവാതക സിലിണ്ടറുമായി ബന്ധപ്പെട്ട് PG-കൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് 100-ഉം 150-ഉം 200-ലധികവും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് ജോലി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെയും താമസിക്കുന്ന PG-കളുടെ അവസ്ഥ പരിതാപകരമായിട്ട് മാറിയിരിക്കുകയാണ്. PG-കളൊക്കെയും അടച്ചുപൂട്ടൽ വക്കലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കോളേജുകളും സ്കൂളുകളും ഒക്കെയും പ്രവർത്തിക്കുന്നു. പക്ഷേ അവർക്ക് പെട്ടുപോവാണ്. പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങളിലൊക്കെ മറ്റു വഴികളൊന്നുമില്ല. ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ PG, ഹോസ്റ്റൽ, മെസ്സ് ഒക്കെ ഉള്ളൂ. അതൊക്കെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും കഷ്ടത്തിലാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.